നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. CC മുകുന്ദൻ MLAയുടെ വ്യാജ ഒപ്പിട്ട് പേഴ്സണൽ അസിസ്റ്റന്റ് ഓവർടൈം അലവൻസ് കൈപ്പറ്റിയ സംഭവം സ്ഥിരീകരിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റ് രേഖകൾ. 85,400 രൂപ മസൂദ് സമ്പാദിച്ചുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. അന്വേഷണം വേണമെന്ന് ആവശ്യം. അവണിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും അവണിശ്ശേരി പഞ്ചായത്തിന്റെയും സംയുക്തമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അഡാപ്റ്റ് സൊസൈറ്റി സ്ത്രീ ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ KR പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നത്തിന് തുടക്കമായി. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായാണ് അഷ്ടമംഗല പ്രശ്നം നടക്കുന്നത്. വാർത്തകൾ വിശദമായി. CC മുകുന്ദൻ MLAയുടെ വ്യാജ ഒപ്പിട്ട് പേഴ്സണൽ അസിസ്റ്റന്റ് ഓവർടൈം അലവൻസ് കൈപ്പറ്റിയ സംഭവം സ്ഥിരീകരിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റ് രേഖകൾ. ഇങ്ങനെ വ്യാജ ഒപ്പിട്ട് 85,400 രൂപ മസൂദ് സമ്പാദിച്ചുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഇതോടെ ഇയാളുടെ ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യമുയർന്നു. CC മുകുന്ദൻ MLAയുടെ വ്യാജ ഒപ്പിട്ട് പേഴ്സണൽ അസിസ്റ്റന്റ് മസൂദ് K വിനോദ് ഓവർടൈം അലവൻസ് കൈപ്പറ്റിയതായി നേരത്തെ ആരോപണമുയർന്നിരുന്നു. ഇത് സാധൂകരിക്കുന്ന വിവരങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നും ലഭിച്ചത്. രേഖകൾ പ്രകാരം ഓവർടൈം അലവൻസിനായി മസൂദ് സമർപ്പിച്ച അപേക്ഷകളിൽ 7ലും MLAയുടേതായി കാണുന്നത് വ്യത്യസ്ത ഒപ്പുകളാണ്. ഇങ്ങനെ വ്യാജ ഒപ്പിട്ട് 85,400 രൂപ മസൂദ് സമ്പാദിച്ചുവെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. VS സുനിൽകുമാർ കൃഷിമന്ത്രിയായിരിക്കെയും MLA ആയിരുന്നപ്പോഴും പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു മസൂദ്. ഇക്കാലയളവിൽ മസൂദ് നടത്തിയ ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത്. അവണിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും അവണിശ്ശേരി പഞ്ചായത്തിന്റെയും സംയുക്തമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദേശീയ ആയുർവേദ ദിനാചരണത്തിനോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമാപന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുല്ല് പോക്കറ്റിലുണ്ടായിരുന്നു. അവൻ പതുക്കെ അതെടുത്തു. ആരും അനങ്ങാണ്ട പോവാൻ പറഞ്ഞ വഞ്ചിയാണ് കേട്ടോ. അവൻ ഈ പുൽനാമ്പ് എടുത്തിട്ട് അപ്പുറത്തിരിക്കുന്ന ആളുടെ മൂക്കിലൊന്ന് കുത്തി. എന്തുണ്ടാവും? തുമ്മും. അയാൾ ഇതുപോലെ തുമ്മാവുന്ന. പക്ഷെ എങ്ങനെ എല്ലാവരും തുമ്മിയേ? ഓക്കെ. പക്ഷെ അയാൾക്ക് അറിയാം. എന്തറിയാം? തുമ്മിയാൽ അപ്പോ വഞ്ചി പറയാ. അയാൾ തുമ്മിയില്ല. ഒന്നും കൂടി അപ്പൊ ഒന്നും കൂടി വന്ന് നോക്കി. ആ പുല്ലെടുത്തിട്ട് ഒന്നും കൂടി കുത്തി. വീണ്ടും അയാൾ തുമ്മാൻ വന്നു. പക്ഷെ അയാൾ ഇങ്ങനെയൊക്കെ പിടിച്ചിരുന്നു. അപ്പൊ നോക്കിയപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഇവൻ എന്ത് ചെയ്തു? ഒന്നും കൂടി ആ പുല്ലെടുത്തിട്ട് കുത്തിയ വഴിക്ക് ആദ്യം പിടിച്ചിരുത്തിയിട്ടായിരുന്നു തുമ്മല്, രണ്ടാമത് പിടിച്ചിരുത്തിയിട്ടായിരുന്നു. ഓറൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് തുണട്ടാ. ആയുർവേദം പ്രധാന വിഷയമാക്കി ക്വിസ് മത്സരം, ചിത്രരചനാ മത്സരം, പ്രഭാഷണം എന്നിവ സംഘടിപ്പിച്ചു. സമാപന ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അവതരണം നടന്നു. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു. അപ്പൊ മുതിർന്ന ആളുകളുടെ മാത്രമുള്ള ഒരു വിഭാഗമായിട്ട് ആയുർവേദത്തിൽ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ അവണിശ്ശേരി പഞ്ചായത്തിൽ ഇന്ന് അവണിശ്ശേരി പഞ്ചായത്തിൽ കൊച്ചു കുട്ടികൾ പോലും ആയുർവേദത്തെ സ്നേഹിക്കുന്നു. അതിന്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കുട്ടികളാണ് നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ.
അപ്പൊ അങ്ങനെ നല്ല രീതിയിലുള്ള പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി എല്ലാവർക്കും അവണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആശംസകൾ നേരുന്നു. അവണശ്ശേരി ALP സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ ചാണശ്ശേരി, ഗീതാ ശ്രീധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, വൃന്ദ ദിനേശ്, പ്രദീപ്, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി സുനന്ദ തുടങ്ങിയവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നടത്തി വന്നത്. 2024 ദേശീയ ആയുർവേദ ദിനം ഒക്ടോബർ 29 ദിനമായിട്ട് സംസ്ഥാന തലത്തിൽ ആചരിച്ചത്. നമുക്ക് ഈ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം എല്ലാ സർക്കാർ ഡിസ്പെൻസറികളും അതുപോലെ തന്നെ ആശുപത്രികളും കേന്ദ്രീകരിച്ച് വിവിധ തരത്തിലുള്ള പരിപാടികൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ പ്രവർത്തനങ്ങളും. ഈ വർഷത്തെ 2024 ആയുർവേദ ദിനാചരണത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത് ഇന്നോവേഷൻ ഓഫ് ആയുർവേദ ഫോർ ഗ്ലോബൽ ഹെൽത്ത്. നമുക്കറിയാം ആയുർവേദത്തിന്റെ നവീകരണം ലോകത്തിന്റെ ആരോഗ്യത്തിന്. നവീകരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നവീകരിക്കുകയാണ്, അതിന് പുതുക്കുക. നമുക്കറിയാം ആയുർവേദ ശാസ്ത്രം 5000-ഓളം വർഷത്തോളം പഴക്കം ഉള്ള ഒരു ശാസ്ത്രമാണ്. അതിൻ്റെ ഒരു നവീകരണം, അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ, അതിന് ഭംഗി നഷ്ടപ്പെടാതെ, അത് ഈ ഒരു ഹൈടെക് യുഗത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൂടുതൽ ഉപയോഗപ്രദമായ രീതിയിൽ അതിനെ നവീകരിക്കുക അല്ലെങ്കിൽ അതിനെ സ്വീകാര്യമാക്കുക എന്നതാണ് ഈ തീമിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അഡാപ്റ്റ് സൊസൈറ്റി സ്ത്രീ ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ KR പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്നിവരുടെ സമൂലമായ പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്ത് വരുന്നത്. ഈ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒത്തിരി നേതൃത്വങ്ങൾ നൽകേണ്ടതുണ്ടെങ്കിലും വകുപ്പിൻ്റെ ജില്ലാതലത്തിൽ ഒരു സംവിധാനം എന്ന രീതിയിൽ നമുക്ക് സബ് ഓഫീസുകളില്ല എന്നത് ഏറെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. ജില്ലയിലെ ഇത്തരം വിഭാഗത്തിലുള്ള മൊത്തം ആളുകളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള സ്റ്റാഫിനെ തന്നെ വെച്ച് നമ്മൾ പരമാവധി ആ കാര്യത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. അഡാപ്റ്റ് സൊസൈറ്റിയെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വളരെ ഗഹനമായ ചിന്താഗതിയും അതുപോലെ തന്നെ അറിവും ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് ഇവിടെ ചേരാൻ തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അഡാപ്റ്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ എൻഹാൻസ് ചെയ്ത് പറയാതെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് 1-2 വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 10 വർഷത്തോളമായി ഈ അഡാപ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് നാളെ ഇതിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ആദ്യമായി തന്നെ എല്ലാവിധ ആശംസകളും ഞാൻ ഈ സ്ഥാപനത്തിന് നേർന്നുകൊള്ളുന്നു. അഡാപ്റ്റ് തൃശൂർ സെക്രട്ടറി പന്തളം N സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. വെങ്ങിണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സതീഷ് ബാബു മുഖ്യാതിഥിയായിരുന്നു. ഇന്നിപ്പോൾ അഡാപ്റ്റ് മറ്റൊരു മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. കമ്പ്യൂട്ടർ പരിശീലനത്തോടെ സ്ത്രീ ശാക്തീകരണം എന്നൊരു മുദ്രാവാക്യമാണ് ഇവിടെ അഡാപ്റ്റ് ലക്ഷ്യത്തിൽ മനസ്സിലാക്കുന്നത്. കമ്പ്യൂട്ടർ യുഗമാണത്. കമ്പ്യൂട്ടറിന്റെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായിരിക്കുന്നു എന്ന് നമുക്ക് അവർക്കറിയാം. അത് വാണിജ്യമായാലും ബാങ്കിങ് ആയാലും വ്യവസായമായാലും ഗതാഗതമായാലും വാർത്താ വിതരണ മേഖലയായാലും വിദ്യാഭ്യാസമായാലും എവിടെയായാലും ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. ഒരു സമയത്ത് നമുക്ക് അരമണിക്കൂർ കറണ്ട് പോയാണ് നമ്മൾ വളരെ അസ്വസ്ഥരായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്റർനെറ്റ് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അത് തടസ്സം നേരിട്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് അറിയാവുന്നതാണ്. അഡാപ്റ്റ് തൃശൂർ വൈസ് പ്രസിഡന്റ് AM വക്കച്ചൻ, അഡാപ്റ്റ് തൃശൂർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ HOD ബിന്ദു കിഷോർ, അഡാപ്റ്റ് തൃശൂർ പ്രസിഡന്റ് AV സണ്ണി എന്നിവർ സംസാരിച്ചു. കണ്ണടയുടെ കാര്യത്തിൽ ഇനി കണ്ണടച്ച് വിശ്വസിക്കാം. കോടന്നൂരിൽ കാഴ്ചയുടെ പുതുവസന്തം വിരിയിക്കാൻ സേവന ഐ കെയർ പ്ലസ് പ്രവർത്തനം ആരംഭിച്ചു.
ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും മികച്ച സേവനം ഉറപ്പു നൽകിയാണ് സേവന ഐ കെയർ പ്ലസ് കോടന്നൂർ സെന്റ് ആന്റണീസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കോടന്നൂർ സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ആന്റണി ആലുക്ക ഉദ്ഘാടനം ചെയ്തു. ഈ നല്ല ദിനത്തിൽ ഈ സ്ഥാപനത്തിൽ സമാരംഭിക്കുന്ന സേവന ഐ ക്ലിനിക്കിന് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ഇവിടെ വരുന്നവർക്ക് കണ്ണ് പരിശോധനയും അതുമായി ബന്ധപ്പെട്ട എല്ലാം ഭംഗിയായി നിർവഹിക്കുവാനായിട്ടുള്ള സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. സൗജന്യ പരിശോധനയാണ് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അത് ഈ കണ്ണിൻ്റെ രോഗമുള്ളവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. സേവന ഐ ക്ലിനിക്കിന് എല്ലാവിധ ആശംസകളും വിചാരവും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാനന്ദനൻ, കെ പ്രമോദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഇന്നിവിടെ നമുക്ക് പാർലമെന്റ് പഞ്ചായത്തിലെ കോടന്നൂർ സെൻറ്ററിൽ ഞങ്ങളുടെ പാർലമെന്റ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കോടന്നൂരാണ്. എല്ലാ വക സ്ഥാപനങ്ങളും സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. കർണാടകട ആദ്യമായിട്ടാണ് ഇവിടെ ഈ സെൻറ്ററിൽ നമുക്ക് വന്നേക്കണത്. അപ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ എന്താ പറയുക എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ, പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഉപകാരപ്രദമാകട്ടെ. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരാണ്. മാനേജ്മെന്റ്, സ്റ്റാഫ്, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നേത്രപരിചരണ രംഗത്ത് കാലങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള ആമ്പല്ലൂരിലും പെരുമ്പളിശ്ശേരിയിലും പ്രവർത്തിച്ചു വരുന്ന ക്ലിയർ വ്യൂ ഐ ക്ലിനിക്കിന്റെ സഹോദര സ്ഥാപനമാണ് സേവന ഐ കെയർ പ്ലസ്. മികച്ച ഡോക്ടർമാരുടെ സേവനം സ്ഥാപനം ഉറപ്പു നൽകുന്നു. എല്ലാ ഞായറാഴ്ചകളിലുമടക്കം തുറന്നു പ്രവർത്തിക്കുന്നു. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയ്ക്ക് അവസരം. ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള കാഴ്ച പരിശോധനയും ലഭ്യമാണ്. ഫോൺ 9387 66 66 64 8592 924085. തിരുവടി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നത്തിന് തുടക്കമായി. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായാണ് അഷ്ടമംഗല പ്രശ്നം നടക്കുന്നത്. കൂറ്റനാട് രാവുണ്ണി പണിക്കരാണ് പ്രധാന ദൈവജ്ഞൻ. എടപ്പാൾ ഗോവിന്ദൻ മാഷ്, എൻ വേണുഗോപാല പരിക്കർ ആമയൂർ, പുതുവാമന ഹരിദാസൻ നമ്പൂതിരി, സുമിൻനാഥ് കുറുപ്പ് എന്നിവരാണ് സഹദൈവജ്ഞന്മാർ. പ്രവാസി ഫെഡറേഷൻ നാട്ടിക കയ്പമംഗലം മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രകാശ് കാരാട്ടുപറമ്പിൽ അധ്യക്ഷനായി. CPI സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ മുഖ്യാതിഥിയായി. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത AG സുഭാഷ്, ഡയറക്ടർ MD സുരേഷ്, സംസ്ഥാനതല കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ധീര കീർത്ത, സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ സബ് ജൂനിയർ വിഭാഗം നീന്തൽ മത്സരത്തിൽ സ്വർണം നേടിയ നിവേദ്യ, വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ദിയ, ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയ ധ്വനി, പാർവതി തുടങ്ങിയവരെയാണ് ആദരിച്ചത്. പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CB അബ്ദുൾ സമദ്, കിഷോർ വാഴപ്പുള്ളി, AITUC സംസ്ഥാന കമ്മിറ്റി അംഗം മഹേന്ദ്രൻ, NCP ജില്ലാ ജനറൽ സെക്രട്ടറി PSP നസീർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ, വിജയരാഘവൻ, ENR കൃഷ്ണൻ, ലാൽ കച്ചിലം, സുജിന്ത് പുല്ലാട്ട്, ഷാനവാസ്, കബീർ പുന്നിലത്ത്, നസീർ, ER ജോഷി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു.
യൂണിറ്റ് പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷനായി. സെക്രട്ടറി KV ശരത്ചന്ദ്രൻ, മറ്റു ഭാരവാഹികളായ VK സദാനന്ദൻ, CS നിഷാദ്, KS അബ്ദുൾ ജബ്ബാർ, വിനയകുമാർ, ഫാത്തിമ ഇബ്രാഹിം, KO ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ മുഹമ്മദ് അഷ്ഫാഖ് 400 മീറ്റർ ഓട്ട മത്സരത്തിൽ റെക്കോർഡോടെ സ്വർണവും 400 മീറ്റർ ഹഡിൽസിൽ സ്വർണവും നേടിയിരുന്നു. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മടത്തിപ്പറമ്പിൽ അഷ്റഫ് ജസീന ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് അഷ്ഫാഖ്. പുനർനിർമ്മിക്കുന്ന പൊന്മാനിക്കുടം മുഹ്യിദ്ദീൻ ജുമാ മസ്ജിദിന്റെ തറക്കല്ലിടലും ഗിബ്ല നിർണയവും നടത്തി. മഹല്ല് പ്രസിഡന്റ് ആലി മുഹമ്മദ് പൊന്നാത്ത്, ഷംസുദ്ദീൻ മുസ്ലിയാർ കൂർമത്ത് എന്നിവർ ചേർന്ന് തറക്കല്ലിട്ടു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ പള്ളിയുടെ ഗിബ്ല നിർണയം നടത്തി. അനസ് ബാഘവി പ്രാർത്ഥന നിർവഹിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് കൂർമത്ത്, സിദ്ദിഖ് ബാഘവി മുറ്റിച്ചൂർ, മഹല്ല് ട്രഷറർ നൂറുദ്ദീൻ മതിലകത്ത് വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് കുടുംബശ്രീ CDSലെ സാമ്പത്തിക ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ CP ഉല്ലാസ്, VS ജിനേഷ്, KK കുട്ടൻ, KV ചന്ദ്രൻ, CK മജീദ, KM ബാബു, VM ദിനേശ്, ഷീല വിശ്വംഭരൻ, PP സലീം, PK താഹിർ, സുവർണൻ കൊല്ലാറ, RR രാജേന്ദ്രൻ, ലിജേഷ് പള്ളായി തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7045 രൂപ, പവന് 56,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. CC മുകുന്ദൻ MLAയുടെ വ്യാജ ഒപ്പിട്ട് പേഴ്സണൽ അസിസ്റ്റന്റ് ഓവർടൈം അലവൻസ് കൈപ്പറ്റിയ സംഭവം സ്ഥിരീകരിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റ് രേഖകൾ. 85,400 രൂപ മസൂദ് സമ്പാദിച്ചുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. അന്വേഷണം വേണമെന്ന് ആവശ്യം. അവണിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും അവണിശ്ശേരി പഞ്ചായത്തിന്റെയും സംയുക്തമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അഡാപ്റ്റ് സൊസൈറ്റി സ്ത്രീ ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ KR പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നത്തിന് തുടക്കമായി. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായാണ് അഷ്ടമംഗല പ്രശ്നം നടക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.